നിമിഷപ്രിയയെ ശിക്ഷയ്ക്ക് വിധേയമാക്കണം. നിമിഷപ്രിയയെ തൂക്കിലേക്കിട്ടണം. സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും സംഘപരിവാർ അനുകൂല സൈബർ ഇടങ്ങളും ഒക്കെ പറയുന്നത് ഇതാണ്. നമ്മുടെ ശ്രീജിത്ത് പണിക്കർ വിശദമായി തന്നെ അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ താത്വിക അവലോകനം നടത്തിയത് ഉൾക്കിടിലത്തോടെ ഞാൻ കണ്ടു. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുക? ശ്രീജിത്ത് പണിക്കർ നിമിഷപ്രിയയെ താരതമ്യപ്പെടുത്തുന്നത് കൂടത്തായി ജോളിയുമായും ഷെറിനുമായും വിസ്മയയുമായും ഒക്കെയാണ്. കൂടത്തായി ജോളി, ഷെറിൻ, ഡോക്ടർ ഓമന എന്നിവരുമായി ഒക്കെയാണ് നിമിഷപ്രിയയെ താരതമ്യപ്പെടുത്തുന്നത്. നിമിഷപ്രിയ കൊലപാതകയായത് എങ്ങനെയെന്ന് നമുക്കറിയാം. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ തലാൽ എന്ന വ്യക്തിയെ കൊല്ലുകയായിരുന്നു. നിമിഷപ്രിയ യമനിലെത്തിയത് ഒരുപാട് സ്വപ്നങ്ങളുമായിരുന്നു. അവൾ നേഴ്സായിരുന്നു. അവിടെ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു. ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ യമൻ പൗരൻ്റെ സപ്പോർട്ട് വേണം. അങ്ങനെ തലാലിൻ്റെ സപ്പോർട്ട് നേടി. നിമിഷപ്രിയയ്ക്ക് അവിടുത്തെ ഭാഷ അറിയാത്തതുകൊണ്ട് ക്ലിനിക്ക് തലാൽ സ്വന്തമാക്കി. പിന്നീട് അങ്ങോട്ട് ദുരിതത്തിൻ്റെ നാളുകൾ. നാട്ടിലേക്ക് പണമയക്കാൻ പറ്റുന്നില്ല. തലാലിൻ്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല. പാസ്പോർട്ടും തലാൽ കൈവശമാക്കി. ഒടുവിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ തലാലിനെ കൊലപ്പെടുത്തി നിമിഷപ്രിയ. അതും അറിഞ്ഞുകൊണ്ട് ചെയ്ത കൊലയല്ല. മയക്കുമരുന്ന് തലാലിന് മയക്കുമരുന്ന് കുത്തിവെച്ചു. അതിൻ്റെ ഡോസ് കൂടിപ്പോയി. തലാൽ മരിച്ചു. നിമിഷപ്രിയയെ സഹായിക്കാനെത്തിയത് മറ്റാരുമല്ല, യമൻകാരിയായ ഹനാൻ എന്ന നേഴ്സാണ്. ആ ക്ലിനിക്കിൽ തന്നെ ജോലി ചെയ്യുന്ന ഹനാൻ തലാലിൻ്റെ ശരീരം പല കഷ്ണങ്ങളായി നുറുക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു. 1 മാസത്തിനകം നിമിഷപ്രിയ പിടിക്കപ്പെട്ടു. അതിജീവനത്തിന് വേണ്ടി യമനിലെത്തി യമൻ്റെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയാണ് നിമിഷപ്രിയ. കാന്തപുരം ഇടപെട്ടതോടെയാണ് സംഘപരിവാർ നിമിഷപ്രിയയുമായി ഇടഞ്ഞത്. മുമ്പ് സൗദി അറേബ്യയിൽ റഹീമിനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയമാക്കാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം സമുദായം ഒന്നടങ്കം പണം പിരിച്ച് റഹീമിന് നൽകി. റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ സംഘപരിവാർ പറഞ്ഞത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ മുസ്ലിം സമുദായം എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്നതാണ്. സൗദി അറേബ്യ അല്ല യമൻ. യമൻ ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യമല്ല. യമനിലെ ഹൂതികൾ ആധിപത്യം പുലർത്തുന്ന അല്ലെങ്കിൽ ഹൂതികൾ ഭരിക്കുന്ന സനയിലാണ് ഈ കൊലപാതകം നടന്നത്. ഇന്ത്യയും ഹൂതികളും തമ്മിൽ നല്ല ബന്ധത്തിലുമല്ല. അതുകൊണ്ട് സൗഹൃദ രാഷ്ട്രങ്ങളെ കൊണ്ട് വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ. കാന്തപുരത്തിൻ്റെ ഇടപെടൽ വളരെ ശ്രദ്ധേയമായിരുന്നു. മതം മനുഷ്യന് ഒരു മേലങ്കി മാത്രമാണെന്നും അതിനപ്പുറം മനുഷ്യത്വമുണ്ടെന്നും മതത്തിനപ്പുറം മതേതരത്വമാണ് ഇന്ത്യ ചിന്തിക്കുന്നതെന്നും കാന്തപുരം തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. എന്തായാലും കാന്തപുരം ഇടപെട്ടതിനെ തുടർന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. ഇപ്പോഴും കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറല്ല. ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് കൊടുത്ത് നിമിഷപ്രിയയെ മോചിതയാക്കാൻ അവർ തയ്യാറല്ല. നിമിഷപ്രിയയുടെ ജീവന് വേണ്ടി പ്രാർത്ഥനയിലാണ് ഭൂരിഭാഗം പേരും. പക്ഷേ സംഘപരിവാറും ക്രൈസ്തവ തീവ്ര സംഘടനയായ കാസയും ഒക്കെ ശക്തമായ നിലപാടുമായി സൈബറിടങ്ങളിൽ നിറയുന്നു. അവർക്ക് നിമിഷപ്രിയയെ കൊല്ലണം. നിമിഷപ്രിയയെ കൊന്നാൽ മാത്രമേ അവർക്ക് തൃപ്തിയാകൂ. മുമ്പ് സംഘപരിവാറും കാസയും പറഞ്ഞിരുന്നത് റഹീമിന് നൽകിയ ഔദാര്യം എന്തുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് നൽകുന്നില്ല എന്നാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അന്ന് അവർ ഇങ്ങനെ വാദിച്ചു. ഇപ്പോൾ ഇവർ മലക്കം മറിഞ്ഞിരിക്കുന്നു. മലക്കം മറിഞ്ഞുകൊണ്ട് നിമിഷപ്രിയയുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നു.
ശ്രീജിത്ത് പണിക്കർ നിമിഷപ്രിയയെ തൂക്കിലേറ്റണം എന്ന് അസന്നിഗ്ധമായി പറയുന്നു. അത് പറയാൻ പണിക്കർക്ക് എന്തവകാശം? പണിക്കർ സംഘിയുടെ പ്രിയതോഴനായതുകൊണ്ട് പണിക്കർക്ക് അങ്ങനെയേ പറയാൻ പറ്റൂ. പക്ഷേ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ലേബലിലിരുന്ന് പണിക്കർ ഇങ്ങനെ പറയരുത്. കാരണം അവിടെ പൊലിഞ്ഞു പോകുന്നത് ഒരു ജീവനാണ്. തലാൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അയാളുടെ ക്രിമിനൽ സ്വഭാവം പല പ്രാവശ്യം പുറത്തു വന്നിട്ടുണ്ട്. പല പ്രാവശ്യം അയാൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. നിമിഷപ്രിയയുമായി വിവാഹബന്ധ കരാറുണ്ടാക്കി കരാർ നടത്തിയത് ക്ലിനിക്കിലുള്ള വരുമാനം അടിച്ചു മാറ്റുക, നിമിഷപ്രിയയെ ലൈംഗിക അടിമയാക്കുക എന്ന തന്ത്രമാണ്. ഒടുവിൽ അവൾക്ക് മനമടുത്തപ്പോൾ അവൾ കൊലപാതകിയായി. യമൻ ഭാഷ വശമില്ലാത്തതിനാൽ കോടതിയിൽ നല്ലതുപോലെ വാദിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടാണ്. കേരളത്തിലെ മാധ്യമങ്ങളിൽ മാത്രം വന്ന റിപ്പോർട്ടല്ല. ശ്രീജിത്ത് പണിക്കർ ഇത്രയും ക്രൂരമായി ചിന്തിക്കരുത്. ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ നിങ്ങൾക്കേ കഴിയൂ. നിങ്ങളൊരു സംഖ്യയായതുകൊണ്ട് അങ്ങനെ പറയാം. സംഖ്യകൾക്ക് മനുഷ്യജീവനെടുത്താണല്ലോ ശീലം. പക്ഷേ ചിന്തിക്കുന്ന ഒരു മനുഷ്യനും അത് പറയാൻ പറ്റില്ല. ചിന്തിക്കുന്ന ഒരു മനുഷ്യനും അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും നിമിഷപ്രിയയുടെ ജീവനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പൊളിറ്റിക്സ് കേരളയും. ഇതുവരെയും തലാലിൻ്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക്, ഈ വാർത്ത പുറത്തുവിടുന്നത് വരെ തലാലിൻ്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിയിട്ടില്ല. കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് മോചിതയാക്കാൻ പറ്റൂ. മോചിതയായാൽ തന്നെ ദീർഘകാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വരും അവർക്ക്. ഇപ്പോൾ തന്നെ 8 വർഷത്തിലേറെയായി അവർ ജയിലിലാണ്. 2017 ഈ കൊലപാതകം നടന്നത്. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിമിഷപ്രിയ ഒന്നും ഒളിച്ചു വച്ചില്ല, എല്ലാം പോലീസിനോട് വെളിപ്പെടുത്തി. ഹനാൻ ഇപ്പോൾ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുകയാണ്. നിമിഷപ്രിയയാണ് കൊല്ലാനുള്ള മരുന്ന് നൽകിയത് എന്നതിൻ്റെ പേരിൽ, മയക്കാനുള്ള മരുന്ന് നൽകിയത് എന്നതിൻ്റെ പേരിലാണ് നിമിഷപ്രിയയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, വധശിക്ഷ വിധിച്ചത്. നിമിഷപ്രിയയുടെ അമ്മയും വീട്ടുകാരുമൊക്കെ അവൾക്ക് വേണ്ടി, അവളുടെ മോചനത്തിനായി ആഗ്രഹിക്കുന്നു. നിമിഷപ്രിയയുടെ അമ്മ സനയിലാണ്. കേന്ദ്ര സർക്കാർ ഇടപെട്ടു. പക്ഷേ യമനിലെ ഹൂത്തികളുമായി നല്ല ബന്ധം പുലർത്താത്തത് കാരണം യമൻ സൗഹൃദ രാഷ്ട്രമല്ലാത്തത് കാരണം കേന്ദ്ര സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അവിടെയാണ് കാന്തപുരം ഇടപെട്ട് കയ്യടി നേടിയത്. ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് എന്ത് തോന്നിവാസവും പറയാം. ഇങ്ങനെയൊന്നും തോന്നിവാസം പറയരുത് പണിക്കരെ. മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. എൻ്റേതായാലും നിങ്ങളുടേതായാലും നിമിഷപ്രിയയുടേതായാലും.